അയാൾ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അയാളുടെ ചൈൽഡ്ഹുഡൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അബ്യൂസറെ വാലിഡേറ്റ് ചെയ്യുന്ന, എനേബിൾ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്തേ, ദോസ് ആർ ന്യൂ ഹിയർ. ഐ എം ഡോക്ടർ സൂസൻ കോർ, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇസ് ബാഡ് ചൈൽഡ്ഹുഡ് എ ലൈസൻസ് ടു അബ്യൂസ്? മോശകരമായ ചൈൽഡ്ഹുഡ് നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്നതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് എന്താണ് ഒരു ബാഡ് ചൈൽഡ്ഹുഡ്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഒരു അബ്യൂസർ ബാഡ് ചൈൽഡ്ഹുഡ് എന്ന് ഫോം ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ പാറ്റേൺസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരും ഒരു അബ്യൂസർ വിക്ടിം ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ബാഡ് ചൈൽഡ്ഹുഡ് എന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ കെയർ ടേക്കേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവിടെ നമ്മൾ രക്ഷകർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്, നർച്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിരിക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് കൺട്രോളിങ്, അബ്യൂസീവ്, ടോക്സിക്, നമ്മളെ പ്രാകുന്ന, നമ്മളെ ചീത്ത വിളിക്കുന്ന, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ യാതൊന്നിനും സമ്മതിക്കാതെ അവരുടെ മാത്രം ഒരു ജയിലിലിട്ട പോലെ വളർത്തുന്ന, എന്തിനും ഏതിനും നമ്മൾക്ക് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഇമോഷണലി ആയാലും ടോർച്ചർ തരുന്ന, നെഗ്ലക്റ്റിംഗ് ആകുന്ന, നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന, സ്കേപ്പ് ഗോട്ടിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗോൾഡൻ ചൈൽഡും അതിനകത്ത് വരാം, അങ്ങനെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള, അങ്ങനെയുള്ള നമ്മളെ എലിനേറ്റഡ് ആയിട്ട് നിർത്തുന്ന, അങ്ങനെയുള്ള ഒരു ചൈൽഡ്, നമ്മളെ ആരും ശ്രദ്ധിക്കാതെ അങ്ങനെ വളരുന്ന ചൈൽഡ്ഹുഡുകൾ, അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്ന, നമ്മളെ ചില പെർട്ടിക്കുലർ കണ്ടീഷനിങ്ങിൽ വളർത്തുന്ന, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, പേരൻസിന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന ഒരു ചൈൽഡ്ഹുഡ്. അതിനകത്ത് മിക്കവാറും അബ്യൂസ് നോർമലൈസ്ഡ് ആയിരിക്കും. അവർ കണ്ടു വളരുന്നതും അങ്ങനെയായിരിക്കും. ഇനി അങ്ങനെ അത് അവർക്ക് സ്വയം അനുഭവം. ഇനി പേരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും അടികളും ഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെന്റ്സും സ്ക്രീമിങ്ങും റേജും നെയിം കോളിങ്, ചീത്ത വിളിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസോൾട്ടുകൾ നടത്തുക, ഫിസിക്കൽ, ഇമോഷണൽ, എല്ലാ രീതിയിലും അങ്ങനെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്നതിനെയാണ് നമ്മൾ ബാഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പേരൻസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ, ഒരു നോർമൽ രീതിയിലുള്ള ഒരു കുട്ടിക്ക് ഒരു മാനേജർ ആയിരിക്കണം പേരൻസ്. അവർ എങ്ങനെയാണ് അവരുടെ ടൈം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ലേറ്റർ അവരൊരു അഡൽട്ട് അയക്കുമ്പോൾ ഒരു കൺസൾട്ടൻ്റിൻ്റെ രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്. ശരിക്കും ഒരു പേരൻ്റ് എന്ന് പറയുന്നത് അവർ പ്രൊവൈഡറാണ്, നർച്ചറാണ്, മാനേജറാണ്, അങ്ങനെയുള്ള രീതിയിലേക്കാണ് കുട്ടിയെ വളർന്ന് ഹെൽപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടാത്തൊരു ചൈൽഡ്ഹുഡ് നമ്മൾ എപ്പോഴും പറയും ബാഡ് ചൈൽഡ്ഹുഡാണ്. പ്രത്യേകിച്ച് അബ്യൂസീവ് ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരു കുട്ടിയെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ബാഡ് ചൈൽഡ്ഹുഡിലുള്ള കുട്ടി എന്നാണ്. അപ്പോൾ പക്ഷേ നമ്മൾ സാധാരണ ഇവർ വളർന്നു വരുമ്പോഴത്തേനും ഒന്നില്ല ഇവരൊരു അബ്യൂസീവ് നേച്ചറിലേക്ക് കയറും, അതല്ലെങ്കിൽ അവർ നമ്മൾ പറയാം വിക്ടിമോ, സ്കേപ്പ് ഗോട്ടഡ്, അതിനകത്തൊക്കെ വരും വിക്ടിമോ, ഭയങ്കര എന്തായാലും ഒരു വൾണറബിൾ ഈഗോ ആയിരിക്കുന്ന അവർക്ക്, അല്ലെങ്കിൽ ഒരു വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഈഗോ ആയിരിക്കും. അപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ഹൗ ദിസ് പെർട്ടിക്കുലർ നമ്മുടെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ബാഡ് ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്ന ആൾക്കാർ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു അബ്യൂസീവ് നേച്ചർ അവർ ക്രിയേറ്റ്, അവരിൽ ഈ നാർസിസം വളരാൻ സാധ്യതയുണ്ട്, വളരെ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് വളരാൻ സാധ്യതയുണ്ട്. ഒപ്പോസിഷൻ ഡിഫെൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പത്തിലുണ്ടാകുന്ന, അത് നമ്മൾ വലുതായി വരുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും നോ എമ്പതി, ലാക്ക് ഓഫ് എമ്പതി, അതുപോലെ തന്നെ മാക്യുലിനിസം, സൈക്കോപ്പതിയുടെ എലമെന്റ്സുകൾ ഇവർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈഗോ സെൻട്രിസിസം അവരിൽ വളരാൻ സാധ്യതയുണ്ട്. അവർ കംപ്ലീറ്റ്ലി സെൽഫിഷ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ നോക്കുന്നത് ഈ ഒരു രീതിയിൽ വളർന്ന് കയറി വരുന്ന ഒരു അഡൾട്ട് എന്ന് പറയുന്ന ആൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക, പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ഏരിയാസിൽ. കാരണം അവർ കണ്ടു വളർന്നതും പേഴ്സണൽ ഏരിയാസിൽ, അവരുടെ കുടുംബത്ത്, അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയുള്ള റിലേഷൻഷിപ്പിലാണ് ഇവർ അബ്യൂസ് കണ്ടു വളർന്നത്. അവർ സൊസൈറ്റിയിലൊന്നുമല്ല, വിതിൻ ദ ഫാമിലി, വിതിൻ ദ ക്ലോസ് റിലേഷൻഷിപ്പിലാണ് ഇവർ കണ്ടു വളർന്നത്. അപ്പോൾ ഇത് വീണ്ടും ഇവർ തന്നെ അത് കോപ്പി ചെയ്ത്, പിന്നെ അവരിലുണ്ടാകുന്ന ചില DNA-യിലുള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റിലുള്ള കാര്യങ്ങളും ഇവരെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഡൈനാമിക്സ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചൈൽഡ് ഈഗോ എന്ന് പറയുന്നത് വളരെ സ്റ്റബേൺ ആയിരിക്കും, വളരെ വൾണറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയും ഒരു സ്നേക്ക് ഈഗോ ആയിരിക്കും. സ്നേക്ക് ഈഗോ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഭയങ്കര അലേർട്ടായിരിക്കും ഇവർ. ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇവർക്ക് പേടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന രീതിയിൽ പേടിച്ചിട്ട് ഇവർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അപ്പം അതിനകത്ത് മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും അവരെ ഒതുക്കി എനിക്കിനി പേടിക്കണ്ട, സോ ഐ ജസ്റ്റ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ പേടിപ്പിക്കും, അതല്ല നമ്മളെ കൊത്തും. സ്നേക്ക് അങ്ങനെയാണല്ലോ, ഒന്നില്ലേ പേടിപ്പിക്കും. ആദ്യം അവരിങ്ങനെ പേടിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് അലേർട്ടായിട്ടിരിക്കും, എന്നിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് അറ്റാക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചറ്റാക്ക് ചെയ്യും, പിന്നെ നമ്മളെ കൊത്തും. നല്ല വിഷമുള്ള നല്ല ടോക്സിക് ആയിട്ടുള്ള അബ്യൂസേഴ്സ് ആണെങ്കിൽ വിക്ടിം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഡൈനാമിക്സിൽ വരുന്ന ഒരു കാര്യമാണ്, വിക്ടിംസിന് നമ്മൾ സ്ലോലി നമ്മളിങ്ങനെ എന്ത് പറയുക, ഒരു സിമ്പതി തോന്നാനായിട്ട് തുടങ്ങും. കാരണം പലരും പറയും, അവരുടെ അമ്മയോ അടുത്തുള്ളവരോ കസിൻസോ എല്ലാവരും പറയും. പിന്നെ ഇവർക്ക് നമുക്കിപ്പോൾ ഒത്തിരി ഓൺലൈനിലൊക്കെ ഒത്തിരി മെസ്സേജസ്, ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ പറയും ഒരാൾ ബിഹേവ് ചെയ്യുന്ന അയാളുടെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഇതായിരിക്കും, അയാളുടെ ഇന്നൽ ചൈൽഡ് വൂണ്ടഡ് ആയിരിക്കും, അയാളുടെ ചൈൽഡ്ഹുഡ് ഈഗോയിൽ ഒത്തിരി ഹേർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഫലമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ആകുന്നത്, ഒരു മനുഷ്യനും ഇങ്ങനെ ജനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ലേണിങ്ങുകളും കുറേ വീഡിയോസും കുറേ റീൽസുകളും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താവും, നമുക്കൊരു സിമ്പതി തോന്നാൻ തുടങ്ങും. കാരണം നമ്മൾ വിവാഹം കഴിച്ച ആളോ അല്ലെ നമ്മുടെ കൂടെയുള്ള വളരെ അടുത്തുള്ള ഒരാളോ ഒക്കെ ആയിരിക്കും. അപ്പം അയാളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിമ്പതി തോന്നും. അപ്പം അവർ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ അബ്യൂസസിനെ എല്ലാം ഒന്ന് ഡിഫ്യൂസ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് എന്നിട്ട് അത് നേരെ കൊണ്ടുവന്നിട്ട് അബ്യൂസേഴ്സ് ബാഡ് ചൈൽഡ്ഹുഡിലേക്ക് കണക്ട് ചെയ്യും. പാവം, അന്ന് ഒത്തിരി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ഈ അബ്യൂസറുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ സഹോദരിയോ ഒക്കെ പറയും കേട്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, നിന്നോടല്ലാതെ ആരോടാ കാണിക്കുക, വേറെ എവിടെയെങ്കിലും അവനത് എടുക്കാൻ പറ്റുമോ, അല്ലെ അവക്കത് എടുക്കാൻ പറ്റുമോ, ഒന്ന് കണ്ടു അറിഞ്ഞു ഒക്കെ നിന്നാൽ മതി, എൻ്റെ കുട്ടി പാവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ചിലപ്പോൾ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ മോശമായ കാര്യങ്ങളും എല്ലാം നമ്മളങ്ങോട്ട് ക്ഷമിച്ച് സഹിച്ച് പുറത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിക്ടിമിന് എന്താ തോന്നുക, ഞാൻ ഡൈനാമിക് തോന്നുന്നത്, വിക്ടിം ഫീൽ സോറി ഫോർ ദ അബ്യൂസേഴ്സ് അപ്ബ്രിങ്ങിങ്. അവനെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തോട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സോറി തോന്നും. എന്നിട്ട് അവർ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങും അബ്യൂസറിന്റെ ബിഹേവിയറിനെ. അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ്, അന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ്, ഞാൻ വേണം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ടു ദ എക്സ്റ്റെൻറ്റ് എനിക്ക് ചില ക്ലയൻസുകൾ പറയാറുണ്ട്, അവരവരുടെ ആ അബ്യൂസീവ് ബിഹേവിയറുള്ള ഹസ്ബൻഡിൻ്റെയോ മോസ്റ്റ്ലി എന്ന് പറയാതെ അത് തപ്പിപ്പോവും. എങ്ങനെയാണ് അത് നടന്നത്, എപ്പോഴാണ് നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ ഗോ ത്രൂ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അവരെ ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ഇവർക്കിതിനെ മാറ്റാനൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വലിഡേഷനും കൂടുതൽ എന്ത് പറയുക, അവരെ ഒരു എനേബിൾ ചെയ്യാനും ആ ബിഹേവിയറിനെ എനേബിൾ ചെയ്യാനും കൂടുതൽ നമ്മൾ അതിനെ ടോളറേറ്റ് ചെയ്യാനുമുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വരികയുള്ളൂ, അതിനെ സർവൈവ് ചെയ്യാനുള്ള ഇതിലേക്ക് നമ്മൾ വരികയുള്ളൂ. അല്ലാതെ ഇതിനെ മാറ്റാനായിട്ട് അവർക്ക് അറിയത്തുമില്ല. പക്ഷേ ഇതിനെ ന്യായീകരിക്കാം, അബ്യൂസറെ ന്യായീകരിക്കുക എന്നൊരു പ്രോസസ്സിലേക്ക് കയറും. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം, ഒരു വിക്ടിമിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അബ്യൂസ് ഉണ്ട്, അബ്യൂസിന്റെ മേലെ നിങ്ങൾക്ക് വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, യു ആർ ബേർഡൻ വിത്ത് ടേക്കിംഗ് കെയർ ഓഫ് ദി അബ്യൂസേഴ്സ് വൾണറബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ആ വൾണറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ സംഭവിക്കാതെ നോക്കണം, ഇത് അദ്ദേഹത്തെ ബാഡായിട്ട് ബാധിക്കും, ഇത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ചൂടാകും, ഭയങ്കരമായിട്ട് ആംഗ്രി ആവും, അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരത്തുള്ളൂ, അങ്ങനെ വരത്തുള്ളൂ. യു ആർ ബേർഡൻ വിത്ത് നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, ആ അബ്യൂസേഴ്സിൻ്റെ വൾണറബിലിറ്റിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ബേർഡൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒബ്ലൈസ് ടു സാക്രിഫൈസ് ഫോർ അബ്യൂസേഴ്സ് വെൽബീങ്. നമ്മൾ പറയും ഇതെൻ്റെ കടമയാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പനും അമ്മയും അവരും ഒക്കെ മോശമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന, ചൈൽഡ്ഹുഡിൽ വളർന്നു കൊണ്ടുവന്ന അഡൾട്ടായിട്ടുള്ള ഈ ചൈൽഡിനെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി നന്നാക്കാൻ വേണ്ടിയിട്ടും നല്ല ജീവിതം കൊടുക്കാനായിട്ടും. പക്ഷെ നിങ്ങൾ നന്നാക്കുവാണോ ചെയ്യുന്നത്? അല്ല, അതിൻ്റെ അപ്പുറത്തെ വലിയ അബ്യൂസറായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത്, അതിനെ എലേബിൾ ചെയ്ത്, അതിനെ വാലിഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ അബ്യൂസർക്ക് ഇത് ഓൺലി ഇൻഡിവിജ്വൽ അബ്യൂസറിന് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ മീൻ ബിഹേവിയറൊക്കെ എന്നോടല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ, പുറത്ത് ആരോടും കാണിക്കുന്നത്. അപ്പോൾ എന്നോടുള്ള എന്നിൽ അത്രയേറെ വിശ്വാസം, എന്നെ അത്രയേറെ അയാളുടെ ഓൺ ആളായിട്ട് കണ്ടിട്ടല്ലേ അങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളോട് സ്നേഹമുള്ളിടത്തെ ഇങ്ങനത്തെ ഉള്ള ബാഡ് ബിഹേവിയർ, സ്നേഹമുള്ളിടത്ത് ഒരിക്കലും ബാഡ് ബിഹേവിയർ കാണിക്കത്തുള്ളൂ, ഒരു കാരണവശാലും കാണിക്കത്തില്ല ബാഡ് ബിഹേവിയർ. മറ്റേത് എനിക്ക്
അതിനുള്ള അവകാശമുള്ളിടത്ത് ബാഡ് ബിഹേവിയർ കാണിക്കും, സ്നേഹമുള്ളിടത്ത് ബാഡ് ബിഹേവിയർ കാണിക്കും. ഇത് രണ്ടും രണ്ടാണ്. എനിക്ക് നിന്റെ മേളിൽ അവകാശമുണ്ട്, അതോറിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ബാഡ് ബിഹേവിയർ കാണിക്കും. എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഇത് രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അയാൾക്ക് നമ്മൾ ഒബ്ലൈസ്ഡ്, അയാൾക്ക് നമ്മുടെ മുകളിൽ ആ ബിഹേവിയർ കാണിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമുക്ക് കരുതാൻ തുടങ്ങും വിക്ടിംസ്. അതുപോലെ തന്നെ യു ട്രൈ ടു സോൾവ് ദ ട്രോമ ഫോർ ദി അബ്യൂസർ. എങ്ങനെയാണ് നമ്മൾ അബ്യൂസർക്കുള്ള ട്രോമയെ നമ്മളിങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് നടക്കും. പല കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. ഞാനിപ്പോൾ ഇവിടെ പലപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക? ഒരു ക്യാൻസർ വന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം വന്നയാളെ, നല്ല രീതിയിൽ കാലൊടിഞ്ഞയാളെ, കൈ ഒടിഞ്ഞയാളെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളെ നിങ്ങൾക്ക് സ്വയം ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല ഒരു കാരണവശാലും. ചൈൽഡ്ഹുഡ് അബ്യൂസസിൽ നിന്നും, ബാഡ് ചൈൽഡ്ഹുഡിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത് അഡൽട്ട്ഹുഡിലേക്ക് വന്ന ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അകത്തിരിക്കുന്ന ആ രീതിയിലുള്ള എല്ലാ രീതിയിലും പ്രോബ്ലം വന്നിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റാൻ പറ്റുമെന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് എക്സ്പേർട്ട് ഹെൽപ്പ് തന്നെ നിങ്ങൾക്ക് വേണം. ഒരു ഡോക്ടർമാരൊക്കെ നിങ്ങൾ ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ട് എയിൽമെൻറ്റിന് പോകുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലത്തിനുള്ളവർക്ക്, ട്രോമ പ്രത്യേകിച്ചുള്ളവർക്ക്, ഇതുപോലെ ബാഡ് ചൈൽഡ്ഹുഡിൽ നിന്ന് അബ്യൂസീവ് ബിഹേവിയറിലേക്ക് കയറിയവർക്ക് ഹെൽപ്പ് തന്നെ വേണം. അതല്ലാതെ അതിനെ നിങ്ങൾക്കായിട്ട് മാറ്റാനായിട്ട് ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് അവിടെ ഒന്നില്ലേ അതുപോലെ സ്ഥിതിയും അല്ലെ മോർ ആയിട്ട് വളരാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് ലവ് ആണ്. ഐ ലവ് മൈ സെൽഫ് ആൻഡ് ഐ ലവ് അതർ പീപ്പിൾ ആസ് ഐ ലവ് മൈ സെൽഫ്. എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ വേറൊരാളെ സ്നേഹിക്കും. അതല്ലാതെ അത് കൂടുതൽ ഞാൻ ഒരാളെ സ്നേഹിക്കില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു ബിലീഫ് എന്ന് പറയുന്നത്, എവ്രി വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ വെൽബീയിങ്. എല്ലാവരും അവനോൻ്റെ വെൽബീയിങ്ങിനും അവനോൻ്റെ ബിഹേവിയറിനും റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ വെൽബീയിങ്. ഞാൻ എൻ്റെ വെൽബീയിങ്ങിന് റെസ്പോൺസിബിൾ ആണ്, അയാളുടെ വെൽബീയിങ്ങിന് റെസ്പോൺസിബിൾ ആണ്. ഞാൻ എൻ്റെ ബിഹേവിയറിന് ഓൺ ചെയ്യണം. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ബിഹേവിയർ ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ബിഹേവിയർ. ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിനെ നോക്കുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തത്, നോ വൺ ഹാസ് ദ റൈറ്റ് ടു അബ്യൂസ് എനി വൺ അറ്റ് എനി സർക്കംസ്റ്റൻസ്. എന്ത് റീസൺ ആയാലും, ലോകത്തിന് എന്തൊക്കെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്കും വേറൊരാളെ അബ്യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റുമില്ല. അത് നിങ്ങളുടെ തലയ്ക്കകത്ത് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ നീഡ് ടു കീപ് ദിസ് ദിസ് പെർട്ടിക്കുലർ, നോ വൺ ഹാസ്, ഈ പെർട്ടിക്കുലർ മെസ്സേജ്, പെർട്ടിക്കുലർ ലൈൻ, നോ വൺ ഹാസ് ദ റൈറ്റ് ടു അബ്യൂസ് എനി വൺ. അതിന് എന്തിൻ്റെ പേരിലായാലും, എന്തിൻ്റെയൊക്കെ പേരിലായാലും, നിങ്ങൾക്ക് ഇനി ഏതൊക്കെ രീതിയിലുള്ള നിങ്ങളുടെ ചൈൽഡ്ഹുഡോ അല്ലെങ്കിൽ ഏതൊക്കെ ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞാലും യു ഹാവ് നോ റൈറ്റ് ടു അബ്യൂസ് എനി വൺ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ക്യാൻ ചേഞ്ച് യുവർ ബിഹേവിയർ അറ്റ് എനി ടൈം. ഒരു മനുഷ്യന് അയാളുടെ ബിഹേവിയർ ഏത് സമയത്ത് വേണേലും ചേഞ്ച് ആക്കാം. അവൻ വലുതായില്ലേ ഇനി ചേഞ്ച് ആകുന്ന, ഇതൊക്കെയൊക്കെ കൊച്ചിലെ ചേഞ്ച്, അങ്ങനെയില്ല. That is where the neuroplasticity comes. The plasticity of our brain comes with good, kind of guidance and the help of a very good therapist. You can change your behavior. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പം അബ്യൂസർക്ക് അത് ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ഇതിനകത്തേക്ക് പോകാതെ നിങ്ങളുടെ ലൈഫെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ യു ക്യാൻ ഹീൽ ഫ്രം പാസ്റ്റ് ഹേർട്ട് ആൻഡ് ട്രോമാസ്. നിങ്ങളുടെ പഴയ കാലത്തെ നിങ്ങളുടെ എല്ലാ ഹേർട്ടുകളും ട്രോമാസും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് സഹിച്ചിരിക്കേണ്ടതോ ഇതിനെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട, അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. യു ആർ അപ്രൂവിങ് അബ്യൂസർ ബിക്കോസ് യു ആർ തിങ്കിങ് ദാറ്റ് അത് ചൈൽഡ്ഹുഡിൽ നിന്ന് വന്ന്, അതുകൊണ്ടാണ്, ആ ട്രോമയിൽ നിന്നാണ്. ആ ട്രോമയും ഹേർട്ടും ഒക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതിന് അയാൾ പോയി അതുപോലെയുള്ള സെഷൻസ് എടുത്ത് അതുപോലെ അത് ഹെൽപ്പ് സീക്ക് ചെയ്ത് അതിന് പുറത്ത് കിടക്കാൻ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് അബ്യൂസീവ് ബിഹേവിയർ ഒന്നും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ദേ ആർ മോസ്റ്റ്ലി റിപ്ലിക്കേറ്റിംഗ് വാട്ട് ദേ ഹാവ് ലേൺഡ്. അതിനേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങനെ. അതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, യു ക്യാൻ ക്രിയേറ്റ് എ ഹെൽത്തി അഡൾട്ട് ലൈഫ്. നിങ്ങൾ
നമ്മുടെ ചൈൽഡ്ഹുഡിലെ ആ അബ്യൂസീവ് ഇതിനെ റിപ്ലിക്കേറ്റ് ചെയ്ത് അടുത്തതിലേക്ക് വീണ്ടും കോപ്പി ചെയ്ത് കൊടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ട് ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡൾട്ട് ലൈഫിൽ നമ്മൾ അഡൾട്ട് ഈഗോയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം ദിസ് എ ചൈൽഡ് ഈഗോ, അഡൾട്ട് ഈഗോ, പേരന്റ് ഈഗോ. സോ യു വിൽ ബി മോസ്റ്റ്ലി ഡെവലപ്പിംഗ് ഇൻ ടു ആൻ അഡൾട്ട് ഈഗോ. ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ബാഡ് ചൈൽഡ്ഹുഡിന്റെ പേരിൽ ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല അബ്യൂസിന് വേണ്ടിയിട്ട്. അബ്യൂസർക്ക് ലൈസൻസ് കൊടുക്കുന്ന പരിപാടി ഇന്നത്തതോടുകൂടി നിങ്ങൾ നിർത്തണം. അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചൊക്കെ ഒരുവിധം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് അയ്യോ പാവല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇങ്ങനെയുള്ള സോറിയും അതുപോലെ തന്നെ അവരോടൊരു സഹതാപവും ഒക്കെ തോന്നുന്നതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ് ആൻഡ് നെവർ സെൽഫ് അബ്യൂസ്. നല്ല രീതിയിൽ നല്ല പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.